ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 മാർച്ച് 15-ന് ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയാണ് അഞ്ച് കള്ളൻ കോക്കാൻ എന്നുള്ള ചിത്രം. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് ലുക്മാനും ചെമ്പൻ വിനോദൊക്കെയാണ്. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു കൊലപാതകത്തിനെ ബേസ് ചെയ്ത് എടുത്തുകൊണ്ടുവന്ന ഒരു സ്റ്റോറിയാണ്. കാരണം ഒരു കുറ്റാന്വേഷണം കണ്ടുപിടിക്കുക, ആ കൊല ആര് ചെയ്തു, ആരെ തലയിലൊക്കെ അത് വരുന്നു എന്നൊക്കെ ഒരു സ്റ്റോറിയിലാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മേക്കിങ്ങും സിനിമാറ്റോഗ്രാഫിയും പിന്നെ ഈ ചാപ്രയുടെ മക്കൾ, ഈ കൊല ചെയ്തപ്പെട്ട ആളുടെ മക്കൾ ഗില്ലാപ്പീസ്, അവരാണ് എനിക്ക് പറയാനുള്ളത്. അവർ ഈ സിനിമയിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പൊളപ്പ സീനുകളാണ്. കാരണം വെച്ചാൽ നല്ല മേക്കിങ്ങിലൂടെ നല്ല ഫൈറ്റ് സീക്വൻസോടെ എടുത്തൊരു സിനിമ തന്നെ പറഞ്ഞിരിക്കുന്നു. കാരണം വെച്ചാൽ ഈ സിനിമ എത്ര പേരെ കണ്ടെന്ന് തിയേറ്ററിൽ ചെന്ന് കണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ തിയേറ്ററിൽ കണ്ടവർക്ക് ഈ സിനിമ അറിയാം. കാരണം കിട്ടിലൊരു കിണ്ണം കാഴ്ച ആയിരിക്കും ഈ സിനിമ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഈ സിനിമയിലെ ഗില്ലാപ്പീസ് ഒരു ഷാപ്പിൽ ഡാൻസും ഫൈറ്റ് സീക്വൻസും ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം വെച്ചാൽ ഡാൻസും ഫൈറ്റും ചെയ്യണമെങ്കിൽ കിട്ടില്ലമായിട്ട് അത്രയ്ക്ക് പ്രാക്ടീസ് ചെയ്തിരിക്കണം. പക്ഷേ അതിലൊക്കെ ഈ ഗില്ലാപ്പീസ് എന്ന് പറയുന്ന പയ്യന്മാർക്ക് നല്ല വൃത്തി പറ്റിയിട്ടുണ്ട്. കാരണം അവർ സിനിമയിൽ എൻ്റർ ചെയ്തതിന് ശേഷമാണ് സിനിമ ഇതുകൂടെ എൻ്റർടൈൻമെൻ്റ് ആവുന്നത്. ആക്ഷൻ സീക്വൻസ് ആയാലും അവരെ കൊണ്ട് എല്ലാം ആ ചുരുങ്ങിയ ബഡ്ജറ്റിൽ എല്ലാ ലിമിറ്റ്സും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പരമാവധിയുള്ള കിട്ടിൽ ഔട്ട്പുട്ടാണ് സിനിമയായിട്ട് വന്നിട്ടുള്ളത്. ആ ക്ലൈമാക്സ് ഫൈറ്റ് ആയാലും ഓരോ മേക്കിംഗ് ലെവൽ എടുത്തു വെച്ചിരിക്കുകയാണ് പറയേണ്ടത്. കാരണം ഇത്രയും ബഡ്ജറ്റിൽ നല്ല മേക്കിംഗ് ഒക്കെ എടുക്കാൻ പറ്റണമെന്ന് വെച്ചാൽ ഒരു നിസ്സാരപ്പെട്ടൊരു കാര്യമൊന്നുമല്ല. അപ്പം ഒരു ഗംഭീര സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഗില്ലാപ്പീസ് എന്ന് പറയുന്ന ഈ ഗ്യാങ് ഇല്ലെങ്കിൽ ഈ സിനിമ ഒരു ആവറേജിന് താഴെ പോയിനെ. കാരണം വെച്ചാൽ ഇവരാണ് ഈ സിനിമയുടെ നട്ടലെന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലുക്മാനൊക്കെ പിന്നെ വരുള്ളൂ. ലുക്മാൻ കുഴപ്പമില്ല, അത്യാവശ്യം അയാളെ കൊണ്ട് അഭിനയിക്കാൻ പറ്റി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ചെമ്പൻ വിനോദായാലും കുഴപ്പമില്ല. പക്ഷേ ഈ ഗില്ലാപ്പീസ് തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അഞ്ച് കള്ളൻ കോക്കാൻ എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, സിനിമയുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് താങ്ക്സ്.